ജൂലൈ 29-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ മിനറൽ ബ്ലോക്കുകളുടെ ലേലവുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻസിൽ കാര്യമായിട്ടുള്ള ആൾക്കാർ ആരും പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ മിനറൽ ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മിനറൽസിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്ലൂക്കോണൈറ്റ്, ഗ്രാഫൈറ്റ്, നിക്കൽ, പ്ലാറ്റിനം ഗ്രൂപ്പ് എലമെൻറ്റ്സ്, പൊട്ടാഷ്യം, ലിത്തിയം, ടൈറ്റാനിയം തുടങ്ങിയിട്ടുള്ള ഒരുപാട് മിനറൽസിൻ്റെ ഓപ്ഷൻസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും നടത്തിയിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്തേക്കണം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട മിനറൽ ബ്ലോക്കുകളുടെ പേരുകളുമുണ്ട്. അപ്പോൾ ഏകദേശം 14ഓളം ക്രിട്ടിക്കൽ മിനറൽ ബ്ലോക്കുകളുടെ ഓപ്ഷൻസ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത നമുക്ക് നോക്കാം. അതായത് സെൻട്രൽ ഗവൺമെൻറ് മിനറൽ ബ്ലോക്കുകളുടെ ഓപ്ഷൻസ് നടത്തുന്നുണ്ടായിരുന്നു. അതായത് അവിടെ മിനിമം അവിടെ മൈൻ ചെയ്തിട്ട് അവിടുന്ന് മിനറൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. 3 ക്രിട്ടിക്കൽ മിനറൽ ബ്ലോക്കുകളുടെ ഓപ്ഷൻസിൽ കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ക്രിട്ടിക്കൽ മിനറൽസ് നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽഫ് റിലയൻസിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 ക്രിട്ടിക്കൽ മിനറൽ ബ്ലോക്കുകളിലാണ് ആൾക്കാരില്ലാത്തത്. ഒന്ന് സലാൽ ഹൈന എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഒരു ബ്ലോക്കാണ്. അവിടെ ലിത്തിയം, ടൈറ്റാനിയം, ബോക്സൈറ്റ് മിനറൽസിൻ്റെ സോഴ്സസ് ആണുള്ളത്. അതുപോലെ തന്നെ മുസ്കാനിയ, ഗെറത്തോലിയ, ബർവാരി, പൊട്ടാഷ് ബ്ലോക്കുകൾ ഇത് ജാർഖണ്ഡിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് കുരിഞ്ഞംകുളം ഗ്രാഫൈറ്റ് ബ്ലോക്ക്, തമിഴ്നാട്. ഈ 3 ബ്ലോക്കുകളിൽ ആൾക്കാരും ഉണ്ടായിരുന്നില്ല എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് ഓർത്ത് വെക്കണം. അതായത് ഗ്ലൂക്കോണൈറ്റ്, ഗ്രാഫൈറ്റ്, നിക്കൽ, പ്ലാറ്റിനം, അതുപോലെ തന്നെ പൊട്ടാഷ്യം, ലിത്തിയം, ടൈറ്റാനിയം തുടങ്ങിയതിനൊക്കെ നമുക്ക് എന്താക്കാം ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട്, വളരെ റെയർ ആയിട്ടുള്ള അവൈലബിലിറ്റി ഉള്ള മിനറൽസ് ആണ്. അതുപോലെ വളരെ ക്രിട്ടിക്കൽഡ് ആയിട്ടുള്ള ടെക്നോളജിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് വിളിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം വിടുന്നതിന് ടാക്സ് ക്ലിയറൻസ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാർക്കും വിദേശത്ത് പോകുന്നതിന് ടാക്സ് ക്ലിയർ ആവശ്യമില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആവശ്യം എന്ന് മാത്രമാണ് ഗവൺമെൻറ് പറഞ്ഞത്. പ്രത്യേകിച്ചും ടാക്സ് ബേർഡനുള്ള അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഉള്ള, നികുതി അടക്കാത്ത, ടാക്സ് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പെട്ട ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിദേശത്ത് പോകാൻ ആവശ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ വാർത്ത വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിദേശത്ത് പോകുന്ന സമയത്ത് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു അഭ്യൂഹം ഇങ്ങനെ പടർന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിട്ടുള്ളത്. ആർക്കെങ്കിലും ഹ്യൂജ് ആയിട്ടുള്ള വലിയ ടാക്സ് അരിയർ ഉള്ള ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റിയിൽ പെട്ട ആൾക്കാർ, സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. ഇത് ബ്ലാക്ക് മണി ആക്ട് പ്രകാരമാണ് വരുന്നതായിട്ടുള്ളതും കൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി, സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെൽത്ത് ടാക്സ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വെൽത്ത് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള, അതായത് വലിയ സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ടാക്സാണ് വെൽത്ത് ടാക്സ് എന്നാണ്. ഇത്തരത്തെ വെൽത്ത് ടാക്സ് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ രൂപയിലധികം ടാക്സ് അരിയറുള്ള, അതായത് ഡയറക്റ്റ് ടാക്സ് അരിയർ എന്ന് വെച്ചാൽ പേഴ്സണൽ ഇൻകം ടാക്സ് പോലുള്ള ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ അരിയേഴ്സുള്ള പെൻഡിങ് ഉള്ള ആൾക്കാർ, അത്തരം ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്താണ്, അത് ആർക്കൊക്കെയാണ് ആവശ്യം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത നിതി ആയോഗുമായി ബന്ധപ്പെട്ടാണ്. കുറേ നാളുകളായി നിതി ആയോഗുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും വരുന്നില്ല. അപ്പോൾ ആക്ച്വലി നിതി ആയോഗിനെ അതിൻ്റെ സ്ട്രക്ചറൽ റീഫോംസിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കാണിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിലുള്ളൊരു വാർത്ത നിതി ആയോഗിനെ കുറിച്ച് ഇപ്പോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ നിതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൻ്റെ മീറ്റിംഗ് റീസെൻ്റായിട്ട് നടന്നിട്ടായിരുന്നു. അതിൽ 10 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് 10 പേരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു നിതി ആയോഗിന് കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല, കൃത്യമായിട്ട് ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യാനോ പ്രൊജക്റ്റുകളിലേക്ക് ഫണ്ട് നൽകാനോ എന്നുള്ള റോളില്ല. പിന്നെ എന്തിനാണ് നിതി ആയോഗിൻ്റെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റിലുള്ള പ്രതിഷേധവും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി ഓർത്തുവെക്കാം. അപ്പോൾ നിതി ആയോഗ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് വന്ന ഒരു ബോഡിയാണ്.
അപ്പം പ്ലാനിംഗ് കമ്മീഷൻ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ തീരുമാനിക്കും, അത് സ്റ്റേറ്റ് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അതിനെ തിരിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം വഴി സംസ്ഥാനങ്ങളുടെ സഹകരണങ്ങളോട് കൂടിയിട്ട് ബോട്ടം അപ്പ് അപ്രോച്ച്, സാധാരണ ഗ്രാസ് റൂട്ട് ലെവലിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പദ്ധതികൾ രൂപീകരിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ടാണ് നിതി ആയോഗിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓർത്ത് വെക്കുക, പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിട്ടുള്ള അധികാരങ്ങളൊന്നും നിതി ആയോഗിനില്ല. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഫണ്ട് ഡിസ്പേഴ്സലിനുള്ള ബോഡി കൂടിയാണെങ്കിൽ ഇവിടെ നിതി ആയോഗിന് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊരു അഡ്വൈസറി ബോഡി മാത്രമാണ്. പഠിക്കുക, അതിൻ്റെ റിപ്പോർട്ടുകൾ നൽകുക എന്നുള്ളത് മാത്രമാണ് നിതി ആയോഗിൻ്റെ റോളായിട്ടുള്ളത്. ഇപ്പോൾ ഫൈനാൻസ് പൂർണ്ണമായിട്ടും പൈസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫണ്ട് അലോക്കേഷനുമായി ബന്ധപ്പെട്ടത് പൂർണ്ണമായിട്ടും ഫൈനാൻസ് മിനിസ്ട്രിയുടെ കയ്യിലാണ്. നിതി ആയോഗിന് യാതൊരു തരത്തിലുള്ള അധികാരമില്ല എന്നാണ്. എന്നാൽ നിലവിലുള്ള ഗവൺമെന്റ് സ്റ്റേറ്റ് ഇലക്ഷനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു വോട്ട് സീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറഞ്ഞത്. സെൻട്രൽ ഗവൺമെന്റും ഇതേ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ചില സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാന്റുകളും മറ്റും ഒന്നും തന്നെ കൃത്യമായിട്ട് ഈ ഒരു നിതി ആയോഗിന് വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല. നേരത്തെ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്ന സമയത്ത് നന്നായിട്ട് ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ നമുക്ക് നിതി ആയോഗിന്റെ ഘടനയിലും മറ്റുമൊക്കെ വേണം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നതെന്ന് കൂടെ ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ എന്താണ് കൺസേൺസ് അഡ്രസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സംസ്ഥാനങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് സ്റ്റേറ്റുകളിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല സാമ്പത്തിക സപ്പോർട്ട് വേണം. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഒരു ബാക്കിംഗ് ഇല്ലാതെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഇല്ലാതെ വലിയ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റും. എന്നാൽ നേരത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും നിതി ആയോഗ് വന്നതിന് ശേഷം ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല. പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് താല്പര്യത്തിനനുസരിച്ച് മാത്രം, സെൻട്രൽ ഗവൺമെന്റ് ഫിനാൻസ് മിനിസ്ട്രിയുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമാണ് ഫണ്ട് അലോക്കേഷൻ ആയിട്ടുള്ളത്. ഇത് ആക്ച്വലി സംസ്ഥാനങ്ങളുടെ മേലെ അധിക ഭാരം ഏർപ്പെടുന്നത്. അതായത് സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിങ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം നേരത്തെ പ്ലാനിംഗ് കമ്മീഷൻ നൽകിയിരുന്നതാണ് ബെറ്റർ ആണ് എന്നുള്ള രീതിയിൽ, ഈവൻ കോപ്പറേറ്റീവ് ഫെഡറലിസം ഒന്നും വേണ്ട, സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ തീരുമാനിച്ചോ, ബട്ട് ഫണ്ടിങ് കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ അത്ര പോരെങ്കിലും ഡെവലപ്മെന്റ് നടക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റുകളുടെ വാദം എന്ന് ഓർത്തുക. കാരണം സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നില്ല. പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് താല്പര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഫൈനാൻസ് മിനിസ്ട്രി നൽകുന്ന ഫണ്ടുകൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഫണ്ടുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ പവേഴ്സ് കൂടി നിതി ആയോഗിന് നൽകിയെങ്കിൽ മാത്രമേ അത് കാര്യമായിട്ടുള്ള ഒരു റോളിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് ഈ ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സുമായി ബന്ധപ്പെട്ട എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് ഈ എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി, അതുമായി ബന്ധപ്പെട്ട കൺസേൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആക്ച്വലി പ്ലാസ്റ്റിക് വേസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്കറിയാം റീസൈക്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2020-21 സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണക്ക് പ്രകാരം ഏകദേശം 4 മില്യൺ ടണ്ണിനോളം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. എന്നാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്തിട്ട് പുനരുപയോഗിക്കാൻ വേണ്ടി പറ്റുമെങ്കിലും ചിലത് അതിൽ 1/4, ഒരു ക്വാർട്ടർ, 25% മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നതോ ട്രീറ്റ് ചെയ്യുന്നതോ എന്നുള്ളതെന്ന് പറയുന്നത്. ബാക്കിയുള്ളത് മണ്ണിലും മറ്റോ ലാൻഡ് ഫിൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുകയാണെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്സ് എന്ത് ചെയ്യുന്നതിന് പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനെ കളക്ട് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യേണ്ടതായിട്ടുള്ളത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പറയുന്നത്. ഇതാണ് ആക്ച്വലി എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഒരു പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു പ്രൊഡ്യൂസർ ഒരു പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അയാൾ തന്നെ വോളണ്ടറി ആയിട്ട് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പ്ലാസ്റ്റിക്കുകളെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടി. അതിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ EPR ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പ്രൊഡ്യൂസർ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് റീറ്റെയിലർ വഴി പ്രൊഡക്റ്റുകൾ വിൽക്കും. ഈ പ്രൊഡക്റ്റുകൾ കൺസ്യൂമർ ഉപയോഗിക്കും. കൺസ്യൂമർ ഉപയോഗിച്ചതിന് ശേഷം കൺസ്യൂമറിൻ്റെ
കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് വീണ്ടും പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യും. അത്തരത്തിൽ ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകളെ പരമാവധി കുറക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളതും കൂടി ഓർത്ത് വെക്കണം. ഈ ഒരു എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി സിസ്റ്റത്തിൽ ഈ പാക്കേജുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ ലാർജ് ഇൻഡസ്ട്രിയൽ യൂസേഴ്സ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാക്കേജിങ് ഇതെല്ലാം തന്നെ ഈ ഒരു CPCBയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ ഈ ഒരു EPR സിസ്റ്റം കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീസൈക്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് റീസൈക്കിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരാണ് ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യുന്നതായിട്ടുള്ളത്. ഈ റീസൈക്കിൾ ചെയ്തിട്ട് അവർ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യും. അതായത് ഓർത്ത് വെക്കാം, നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറുടെ കയ്യിൽ അദ്ദേഹത്തിന് റീസൈക്കിൾ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം എന്ന് നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇടയിൽ റീസൈക്ലർ എന്ന് പറയുന്ന ഒരു പുതിയ ആൾക്കാർ കൂടി കയറി വരും. എന്നിട്ട് ഈ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ റീസൈക്ലറാണ് റീസൈക്കിൾ ചെയ്യുക. എന്നിട്ട് ഈ റീസൈക്കിൾ ചെയ്തെടുക്കുന്ന ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുകയാണ് ചെയ്യുക. അതായത് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രൊഡ്യൂസർ റീസൈക്ലറാണ് റീസൈക്കിൾ ചെയ്യുക. എന്നിട്ട് റീസൈക്ലറിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് മാനുഫാക്ചർ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്ന ഓർത്തുക. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ടണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടണ്ണ് റീസൈക്കിൾ ചെയ്യുമ്പോഴും ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും എന്ന് ഓർത്തുക. ഈ സർട്ടിഫിക്കറ്റുകൾ റീസൈക്കിൾ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഈ ഒരു CPCBയുടെ പോർട്ടൽ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പോർട്ടലിൽ മാനുഫാക്ചർ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് അവർക്ക് അടുത്ത വർഷത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവൈലബിലിറ്റി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ CPCBയുടെ ഡാറ്റ കാണിക്കുന്നത് വെച്ചാൽ ഓരോ പ്രൊഡ്യൂസേഴ്സും അവർ ആക്ച്വലി റീസൈക്കിൾ ചെയ്യേണ്ടതിനേക്കാൾ ഒരുപാട് കുറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതായത് 2022-23 3.7 മില്യൺ ടൺ റീസൈക്കിൾ പ്ലാസ്റ്റിക്കുകളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ 6 ലക്ഷത്തോളം ഫ്രോഡുലൻ്റ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. 6 ലക്ഷം ടണ്ണിനോളം ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആളാണ്, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളത് വലിയൊരു കൺസേൺ തന്നെയാണ്. കൂടാതെ ഹാക്കേഴ്സും ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്തിട്ടായിരുന്നു, ഹാക്ക് ചെയ്തിട്ട് അത് വിവിധ ആൾക്കാർക്ക് വിൽക്കുന്നതായിട്ടും ഒക്കെ ഡാറ്റ കാണിക്കുന്നുണ്ട്. അതായത് സൈബർ ഇൻവോൾവ്മെൻ്റ് ഒക്കെ ക്രൈമുകളൊക്കെ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ടെന്ന്. അപ്പോൾ CPCB കൃത്യമായിട്ടുള്ള, അതായത് എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഏകദേശം CPCB 800ഓളം ഫേംസിനെ ഓഡിറ്റ് ചെയ്തപ്പോൾ അവരിൽ ഏകദേശം 1/4 25% ഓഫ് ആൾക്കാരുടെ 2300 രജിസ്റ്റേർഡ് സൈക്ലേഴ്സിൻ്റെ മാത്രം ട്രേഡഡ് സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് കംപ്ലീറ്റ് ഒരു ഓവർഹോൾ, ഈ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറ്റേണ്ട ഒരു ആവശ്യമാണ് കാണിക്കുന്നത്. കാരണം EPR ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നത് ഒരു മോക്കറി ആയിട്ട് മാറി എന്ന് പറയാൻ വേണ്ടിയിട്ടും കാര്യമായിട്ട് ആൾക്കാർ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് വളരെ ഡിലേഡ് ആയിട്ടാണ്. ഈവൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൽ തന്നെ അതെല്ലാം തെറ്റായിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ഓർത്ത് വെക്കാം. ഒരു മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇവിടെ വളരെ അത്യാവശ്യമാണ് പ്ലാസ്റ്റിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് പ്രൊഡക്ഷനെ കുറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വഴി. പ്ലാസ്റ്റിക് പ്രൊഡക്ഷനെ കുറക്കുമ്പോൾ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള അൾട്ടർനേറ്റീവ്സിനെ, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഒരു റൂട്ട് കോസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ റീസൈക്ലിംഗ് സിസ്റ്റത്തിന് എന്താണ് ചാലഞ്ചസ്, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് ഈ പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഹോംലെസ് പേഴ്സൺ വിത്ത് മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു വിഷയം നമുക്ക് ഡയറക്റ്റ് UPSC ആയിട്ട് റിലേറ്റഡ് ആണോ എന്ന് നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരും നഗരത്തിൻ്റെ കടമുറിയുടെയൊക്കെ മുൻപിലായിട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തുണി വിരിച്ച് തറയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർ. ഇത്തരത്തിലുള്ള ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ, പല ആൾക്കാരും മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാർ, മാനസികമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുകൊണ്ട്, കാരണം അവരും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, അവരും നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരായിട്ടുള്ള ആൾക്കാരാണ്. സോ അവരെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നോക്കാം എന്താണ് ഇത്തരത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.